Hello students, നമ്മൾ ഇന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ A ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്യൂട്ടി ഓഫ് എ കനാൽ വാട്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. ഒരു കനാൽ വാട്ടറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യും. യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെ, അല്ലെങ്കിൽ ഒരു ക്യൂമിക് വാട്ടർ എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യും, അതിനെയാണ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്താണ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മളോട് ചോദിക്കുന്നത്. ഒരു ക്യൂമിക് വാട്ടർ എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ യൂണിറ്റ് എന്തായിട്ട് പറയാം? ഹെക്ടേഴ്സ് പെർ ക്യൂമിക്. സോ ഈ ഒരു ആൻസർ വരുന്ന ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ഹെക്ടേഴ്സ് പെർ ക്യൂമിക്. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഹെക്ടേഴ്സ് പെർ ക്യൂമിക് ആണ് ഒരു കനാൽ വാട്ടറിന്റെ ഡ്യൂട്ടി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ക്യൂമിക് വാട്ടർ അല്ലെങ്കിൽ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യും, അതാണ് ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഡ്യൂട്ടിയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാറുള്ള മറ്റുള്ള കുറച്ച് ടേംസ് ആണ് ബേസ് പീരീഡ്, ഡെൽറ്റ, ക്രോപ്പ് പീരീഡ്, ഇങ്ങനെയുള്ള വാക്കുകളും. ഇതിന്റെ ഡെഫിനിഷൻസും സാധാരണ എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ഇത് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷന്റെ അപ്ലിക്കേഷൻ ആണ് ഈ കാണുന്ന ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. If the depth is 7.24 centimeter on a field over a base period of 12 days, then duty is. ഡ്യൂട്ടി കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്കറിയാം ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 864 b by ഡെൽറ്റ എന്നുള്ളതാണ്. വേർ ഡെൽറ്റയുടെ യൂണിറ്റ് സെന്റിമീറ്റർ ആകുമ്പോൾ, ഡെൽറ്റയുടെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ നമ്മൾ ആ ഒരു കൺവേർഷൻ നടത്തിയിട്ട് ഇക്വേഷനെ 8.64 b by ഡെൽറ്റ എന്നും എഴുതാറുണ്ട്. ഡയറക്റ്റ് കാൽക്കുലേഷൻ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. 7.24 സെന്റിമീറ്റർ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ബേസ് പീരീഡും തന്നിട്ടുണ്ട്, 12 ഡേയ്സ് ആണ്. ഡ്യൂട്ടി കണ്ടുപിടിക്കാനാണ്. ഡയറക്ട്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ 864 into 12 divided by 7.24 ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂട്ടി കിട്ടുന്നത് ഹെക്ടേഴ്സ് പെർ ക്യൂമിക്കിലാണ്. ബേസ് പീരീഡ് ഡേയ്സിലാണ് എൻ്റർ ചെയ്യുന്നത്, ഡെൽറ്റ സെന്റിമീറ്ററിലാണ്. ഓരോന്നിന്റെയും യൂണിറ്റ്സും നമ്മൾ വ്യക്തമായിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത കൺവേർഷൻസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 1432 ഹെക്ടേഴ്സ് പെർ ക്യൂമിക് എന്നായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബേസ് പീരീഡും ഡെൽറ്റയും പറയുമ്പോൾ ഇതിനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയാം. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ആണ് നമ്മൾ ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ് ഈ ഒരു ക്രോപ്പിന്റെ വളർച്ചയ്ക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ആണ് നമ്മൾ പറയുന്നത്. ഡെപ്ത് ഓഫ് വാട്ടറിനെ ആണ് ഡെൽറ്റ എന്ന് പറയണേ. ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ക്രോപ്പിന് ആദ്യമായിട്ട് വാട്ടറിങ് ചെയ്യുമ്പോൾ തൊട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപ് നമ്മൾ വാട്ടറിങ് ചെയ്യുന്നത് വരെയാ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് എടുക്കുന്ന ടൈം പീരീഡിനെയാണ് ബേസ് പീരീഡ് എന്ന് വിളിക്കുന്നത്. സെയിം ടൈം ഒരു ക്രോപ്പിനെ നമ്മൾ സോ ചെയ്യുന്നത് തൊട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള സമയത്തിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ ഓൾവേസ് നമ്മുടെ ക്രോപ്പ് പീരീഡ് വിൽ ബി ഗ്രേറ്റർ ആയിരിക്കുമോ ലെസ്സർ ആയിരിക്കുമോ ദാൻ ബേസ് പീരീഡ് കമ്പയർ ചെയ്യുമ്പോൾ? ഗ്രേറ്റർ ആയിരിക്കും അല്ലേ. നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഫസ്റ്റ് വാട്ടറിങ് ചെയ്യുന്നത്. അതിനുശേഷം ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ലാസ്റ്റ് വാട്ടറിങ് ചെയ്ത് നിർത്തുന്നത്. സോ എങ്ങനെ നോക്കിയാലും ക്രോപ്പ് പീരീഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ബേസ് പീരീഡ്. ഇത് മറ്റൊരു ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളത്. സോ ഇതും കൂടെ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി
അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. Among the following, in which type of canal flow occurs only when there is a rise of flow in river? ഒരു റിവർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ബോഡി ഓഫ് വാട്ടർ, അവിടെ ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു റിവർ എന്ന് വിചാരിച്ചോ, ഇവിടെ നിറച്ചും വെള്ളമുണ്ട്. ഓക്കെ, അപ്പോ ഈ റിവറില് എക്സസ് ഫ്ലോ ഒക്കറുകയാണെങ്കിൽ മാത്രം, അതായത് ഇവിടുത്തെ ഫ്ലോ റൈസ് ചെയ്തിട്ട് സൈഡിലേക്ക് ബാങ്ക്സിലേക്ക് കയറി ഒഴുകുകയാണെങ്കിൽ മാത്രം വെള്ളം നിറയുന്ന ഒരു കനാൽ ഉണ്ട്. ആ കനാല് തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനണ്ടേഷൻ കനാൽ, കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ, റിഡ്ജ് കനാല്. അപ്പോ ബാക്കി 3 കനാൽസ് തന്നിട്ടുള്ളത് അലൈൻമെന്റിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതും ഒരെണ്ണം മാത്രം മോഡ് 1 ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് അവിടുന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനണ്ടേഷൻ കനാൽ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനണ്ടേഷൻ കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും റിവറിന്റെ ബെഡ് ലെവലിന്റെ മുകളിലായിരിക്കും കനാലിന്റെ ബെഡ് ലെവൽ വെച്ചിട്ടുണ്ടാവുക. റിവറിൽ നിന്ന് വെള്ളം നിറഞ്ഞ് ഒഴുകുമ്പോൾ മാത്രം ആ എക്സസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈ കനാലിന്റെ ഉള്ളിലേക്ക് കയറി ഒഴുകും. അതിനെയാണ് നമ്മൾ ഇനണ്ടേഷൻ കനാൽ, ഫ്ലഡിന്റെ സമയത്ത് മാത്രം വെള്ളമുള്ള കനാലാണ് ഇനണ്ടേഷൻ കനാൽ എന്ന് വിളിക്കുന്നത്. ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം ഉണ്ടാകുന്ന കനാലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പെരന്നിയൽ കനാൽ എന്നാണ്. ഓക്കെ, അപ്പോ ഫ്ലഡ് പീരീഡിൽ മാത്രം വെള്ളമുള്ളത് ഏതാ? ഇനണ്ടേഷൻ കനാല്. ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ് വെള്ളമുള്ളത് പെരന്നിയൽ കനാല്. ഓർത്തു വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഈ ഒരു ചോദ്യം. നെയിം ദി സ്ട്രക്ചർ ക്യാരിയിങ് ഡിസ്ചാർജ് ഓഫ് എ നാച്ചുറൽ സ്ട്രീം അക്രോസ് എ കനാൽ ഇന്റർസെപ്റ്റിംഗ് ദി സ്ട്രീം. അതായത് ഒരു നാച്ചുറൽ സ്ട്രീം ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒഴുകിപ്പോണ്ട്. ഇപ്പൊ നാച്ചുറൽ സ്ട്രീം എന്ന് പറയുമ്പോൾ റിവറോ സ്ട്രീമോ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡ്രെയിൻ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇനി ഇതിന്റെ എക്രോസ് ആയിട്ട് ഇന്റർസെപ്റ്റിംഗ് ദി സ്ട്രീം, ഇതിന്റെ എക്രോസ് ആയിട്ട് ഇങ്ങനെ സ്ട്രീം ഫ്ലോനെ ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കനാൽ വാട്ടറിനെ എടുത്തുകൊണ്ട് പോകേണ്ട വരികയാണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ പണിയുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഒരു പ്രത്യേക പേര് വിളിക്കും. അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗാലറി, കട്ട് ഓഫ് പൈൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, സ്ലൂയിസ്. കാര്യമായിട്ടുള്ള എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഉത്തരം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആണ് ആൻസർ. ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഡ്രെയിനേജിന് എക്രോസ് ആയിട്ട് നമ്മൾ പണിയുന്ന വർക്കുകൾ. ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ വളരെ കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ഇത് ഒഴിവാക്കാനായിട്ടുള്ള പോലെ വേണം കനാൽസിനെ അലൈൻ ചെയ്യാനായിട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ വേണ്ട വരുന്ന കനാലിന്റെ അലൈൻമെന്റ് ഏതാണ്? കോണ്ടൂർ കനാലാണ് അല്ലെ? കോണ്ടൂർ കനാൽസിലാണ് എപ്പോഴും ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ ആവശ്യം വരിക. മറ്റുള്ള 2 കനാലുകൾ സൈഡ് സ്ലോപ്പ് കനാലും റിഡ്ജ് കനാലിന്റെയും അലൈൻമെന്റ്സ് നോക്കുമ്പോൾ പരമാവധി നമ്മൾ ഈ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ? ആ ഭാഗത്തുനിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനുണ്ട്. ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ, അപ്പോൾ ഇതിന്റെ ആൻസർ ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. ഇനി ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അതും നമ്മൾ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണല്ലോ. അപ്പോൾ കനാല് എക്രോസ് ദി ഡ്രെയിൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 രീതിയിൽ ഇവിടെ അലൈൻ ചെയ്യാം. ഒന്നുകിൽ കനാൽ ഓവർ ഡ്രെയിൻ ആയിട്ട് വെക്കാം. അതായത് കനാല് മുകളിലും ഡ്രെയിൻ താഴെയും. ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് പോലെ കേട്ടോ, കനാല് മുകളിലും ഡ്രെയിൻ താഴെയായിട്ട് വെക്കാം. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും. അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കനാൽ എപ്പോഴും മുകളിലായിരിക്കും, ഡ്രെയിൻ താഴെ ആയിരിക്കും. മുകളിലൊരു ട്രഫിലൂടെ കനാലിനെ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ താഴെയുള്ള ഡ്രെയിനിന്റെ വാട്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഓപ്പൺ ആയിട്ട്, അതായത് കനാൽ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നു, ഇതിലൂടെ കനാൽ പോകുന്നു, താഴേക്കൂടെ ഇങ്ങനെ നമ്മുടെ റിവർ ഫ്ലോ ചെയ്തു പോകുന്നു. ഇങ്ങനെയാണ് ഇവര് തമ്മിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അക്യുഡക്റ്റ് എന്ന് വിളിക്കാം. നമ്മൾ പില്ലറൊക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ നിർത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ അക്യുഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സെയിം ടൈം താഴെയുള്ള ഡ്രെയിനിലെ വാട്ടർ കനാൽ ബെഡ് ലെവലിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെയാണ് ഒഴുകുന്നതെന്ന് വിചാരിക്കാം.
ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നും ഗ്യാപ്പ് ഇല്ലാതെ നിറച്ചും വെള്ളം ഒഴുകാണ്. ഇതാണ് ഹൈ ഫ്ലഡ് ലെവൽ വരുന്നത്. ഓക്കെ, ഇതാണ് കനാലിന്റെ ബെഡ് ലെവല്. കനാലിന്റെ ബെഡ് ലെവലിന്റെ മുകളിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ താഴെയുള്ള ഡ്രെയിൻ, അതായത് നമ്മുടെ റിവറോ സ്ട്രീമോ അവിടുത്തെ വെള്ളം ഒഴുകുന്നത് എങ്കിൽ നമ്മൾ അതിനെ സൈഫൺ അക്വിഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ചിട്ടാ വരണേന്ന് വിചാരിച്ചോ. അതായത് നമുക്കിനി DOC എങ്ങനെയാ നോക്കാം. അതായത് ഡ്രെയിൻ ഓവർ കനാൽ, ഡ്രെയിൻ മുകളിലും കനാല് താഴെയും. പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു ഡ്രെയിൻ, അതായത് ഒരു പുഴ മുകളിലൂടെയും കനാല് താഴേക്കൂടെയും പോവുക? അപ്പൊ ആ പേരിന്റെ ബുദ്ധിമുട്ട് തന്നെ ഓർത്തിട്ട് ഇതിന്റെ പേര് എന്താണ് വിളിക്കുക എന്ന് ഓർക്കാം. സൂപ്പർ പാസേജ്. നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത പോലത്തെ ഒരു പാസേജ് സൂപ്പർ പാസേജ് ആണ്. മുകളില് ഡ്രെയിനും താഴെ കനാലും വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര്. ഇതിന്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞതുപോലെ നമ്മുടെ റിവറിനെ നമ്മളിങ്ങനെ മുകളിലൂടെ കൊണ്ടുപോവാണ് കേട്ടോ. ഇപ്പൊ ഇതാണ് റിവർ, ഇതാണ് റിവറിന്റെ ബെഡ്. ഓക്കെ, ഇനി താഴെക്കൂടെയാണ് കനാൽ ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ പില്ലേഴ്സ് ഒക്കെ കൊടുത്തിട്ട് മുകളിൽ കൂടെ റിവറിനെ കൊണ്ടുപോകുന്നു, താഴെക്കൂടെ കനാല് പോകുന്നു. ഇതിനെയാണ് സൂപ്പർ പാസേജ് എന്ന് വിളിക്കുന്നത്. ഇനി കനാൽ വാട്ടർ റിവറിന്റെ ബെഡ് ലെവലിന്റെ മുകളിലേക്ക് കയറി ഒഴുകിയാൽ, അതായത് കനാലിലെ ഫുൾ സപ്ലൈ ലെവല്, കനാലിലെ മാക്സിമം വാട്ടർ ലെവലിനെ നമ്മൾ എന്താ വിളിക്കുക? ഫുൾ സപ്ലൈ ലെവല്. കനാലിന്റെ ഫുൾ സപ്ലൈ ലെവല് റിവറിന്റെ, കണ്ടോ, റിവറിന്റെ ബെഡ് ലെവലിന്റെ മുകളിലേക്ക് കയറി ഒഴുകുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കനാൽ സൈഫൺ. എന്താ വിളിക്കുക? കനാൽ സൈഫൺ. അപ്പൊ നമ്മൾ 4 ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ ഇപ്പൊ പഠിച്ചു. കനാൽ ഓവർ ഡ്രെയിൻ ആണെങ്കിൽ അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും, ഡ്രെയിൻ ഓവർ കനാൽ ആണെങ്കിൽ സൂപ്പർ പാസേജും കനാൽ സൈഫണും. കനാൽ സൈഫണിലും സൈഫൺ അക്യുഡക്റ്റിലും സൈഫൺ എന്നുള്ള വാക്ക് ഓർക്കുക. അപ്പോൾ അവിടെ വാട്ടർ പ്രഷറിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇനി അടുത്തതാണ് രണ്ടും സെയിം ലെവലിൽ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു നിവൃത്തിയില്ല, മുകളിലൂടെയും താഴത്തുകൂടെയും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കനാലിനെയും ഡ്രെയിനിനെയും സെയിം ലെവലിൽ മീറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 2 കേസ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ. അതിൽ ആദ്യത്തെ കേസാണ് ലെവൽ ക്രോസിംഗ്. ആദ്യത്തെ കേസാണ് ലെവൽ ക്രോസിംഗ്. രണ്ടാമത്തെ കേസാണ് കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്സ്. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഓക്കെ, അപ്പോ ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ റിവർ ആയിരിക്കും അവിടെ വലുതുണ്ടാവുക, കനാല് ചെറുതായിരിക്കും. ഈ 2 കേസിലും റിവറിന്റെ വാട്ടറും കനാലിന്റെ വാട്ടറും തമ്മിൽ മിക്സപ്പ് ആവുന്നുണ്ടാവും. കാരണം നമ്മൾ ഒരേ ലെവലിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി കനാലിലെ വാട്ടറും റിവറിലെ വാട്ടറും മിക്സ് ആയി കഴിഞ്ഞാലും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാനില്ല. കാരണം റിവറിലെ വാട്ടർ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് കനാലിൽ കൂടെ ഒഴുകി വരുന്നത്. പക്ഷെ കുറെ സിൽട്ടിനെ നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അതാണ് ഒരു വ്യത്യാസം. കുറെ സിൽട്ടിനെ നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെവൽ ക്രോസിംഗും ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റും ആണ് സെയിം ലെവലിൽ മീറ്റ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ്. ഇതിലെ ഒരു കുഞ്ഞു വ്യത്യാസം കൂടെ ഞാൻ പറഞ്ഞുതരാം. ലെവൽ ക്രോസിംഗ് ആണെങ്കിൽ റിവർ ആയിരിക്കും വലുതുണ്ടാവുക. ഓക്കെ, റിവർ ബിഗ് ഇൻ സൈസ് ആയിരിക്കും. അതായത് കൂടുതൽ ഫ്ലോ ഓഫ് വാട്ടർ റിവറിലൂടെയാണ് പോകുന്നുണ്ടാവുക. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വരുമ്പോൾ തിരിയും. ഇവിടെ കനാൽ ആയിരിക്കും വലുതുണ്ടാവുക. കനാലാണ് വലുതുണ്ടാവുക. ഒരു സ്ട്രീം ആയിരിക്കും എക്രോസ് ആയിട്ട് പാസ് ചെയ്യുക. അതായത് റിവർ അല്ല, വളരെ ചെറിയ ഒരു സ്ട്രീം ആയിരിക്കും എക്രോസ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടാവുക. അതാണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കനാൽ ഓവർ ഡ്രെയിനേജിന്റെ എക്സാമ്പിൾസ്, ഡ്രെയിൻ ഓവർ കനാലിന്റെ എക്സാമ്പിൾസ്, സെയിം ലെവലിൽ മീറ്റ് ചെയ്യുമ്പോഴുള്ള എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നെയിം ദി ഏരിയ ടു ബി ഇറിഗേറ്റഡ് ബൈ എ ഡാം. ഒരു ഡാമിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന ഏരിയയെ വിളിക്കുന്ന പേരെന്താ? അയാക്കട്ട്. ഓക്കെ, ഒരു ഡാമിൽ നിന്ന് വെള്ളം എടുത്ത് ഇറിഗേറ്റ് ചെയ്യുന്ന ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയാക്കട്ട്. ഇനി റിസർവോയർ എന്താണെന്നും റിസർവോയറിന്റെ അപ്സ്ട്രീം സൈഡ് എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഒരു റിവറിന് എക്രോസ് ആയിട്ട് നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ പോണ്ട് ചെയ്യുന്ന വെള്ളം, കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ ഒരു റിവർ ഒഴുകി വരുന്നു, അതിന് എക്രോസ് ആയിട്ട് നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കുറെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിസർവോയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ റിസർവോയർ നിൽക്കുന്ന ഭാഗമാണ് ഡാമിന്റെ അപ്സ്ട്രീം സൈഡ്.
ഡാമിന്റെ താഴത്തെ ഭാഗത്തിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇനി കാച്ച്മെന്റ് ഏരിയ? ഇതും ചോദിക്കാറുണ്ട്. ഹൈഡ്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസിപ്പിറ്റേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ എത്ര ഭാഗത്തു നിന്നുള്ള വെള്ളമാണ് ഒഴുകിയിട്ട് നമ്മുടെ ഈ ഒരു റിവറിനകത്തേക്ക് വന്ന് ചേരണത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ റിവറിലേക്ക് ഇങ്ങനെ വെള്ളം റിവറിലേക്ക് നേരിട്ട് വരാം, അല്ലെങ്കിൽ വേറൊരു കുഞ്ഞു സ്ട്രീം വഴിയൊക്കെ വരാം. അപ്പോൾ എത്ര ഏരിയയിൽ നിന്നുള്ള വെള്ളമാണ് ഒഴുകി ഈ ഒരു റിവറിലേക്ക് വരുന്നത്, ആ ഏരിയനെയാണ് ഈ റിവറിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് വിളിക്കുക. കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാട്ടർഷെഡ്, പിന്നെ നമ്മൾ ബേസിൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കാച്ച്മെന്റ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ഏരിയയിൽ നിന്നുള്ള വാട്ടർ ആണ് പ്രസിപ്പിറ്റേഷന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് സർഫസ് റൺ ഓഫ് ആയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ റിവറോ സ്ട്രീമിന്റെയോ ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോ ആ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി ചാനൽ അലൈൻഡ് roughly at right angles to the contours? കോണ്ടൂർ ലൈൻസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, സർവേയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരേ എലവേഷൻ ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കോണ്ടൂർസ് എന്ന് നമുക്ക് വിളിക്കാം. ഈ കോണ്ടൂർ ലൈനിന് റഫ്ലി റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യുന്നത് ഏത് കനാൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈഡ് സ്ലോപ്പ് കനാൽ, കോണ്ടൂർ കനാൽ, റിഡ്ജ് കനാൽ, നാവിഗേഷൻ കനാൽ. ഓരോന്നായിട്ട് തുടങ്ങാം. നാവിഗേഷൻ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിഗേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കനാലാണ്. നമുക്കറിയാം സ്യൂയിസ് കനാൽ ഒക്കെ അല്ലെ, അത് നാവിഗേഷൻ കനാലിന്റെ എക്സാമ്പിൾ ആണ്. റിഡ്ജ് കനാല്, കോണ്ടൂർ കനാല്, സൈഡ് സ്ലോപ്പ് കനാല്, ഈ 3 കനാലുകളുമാണ് അലൈൻമെന്റിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാ വരിക? ഏകദേശം പെർപെൻഡിക്കുലർ ടു കോണ്ടൂർസ് ഏതാണ് അലൈൻ ചെയ്യുന്നത്? സൈഡ് സ്ലോപ്പ് കനാലാണ്. ഈ ഒരു ഫിഗറിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കാം. ഈ ബ്ലാക്ക് കളർ ലൈൻസ് കാണിച്ചിട്ടുള്ളത് കോണ്ടൂർ ലൈൻസ് ആണ്. ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ കോണ്ടൂർ ലൈൻസിനെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ കോണ്ടൂർ ലൈൻസ് ആണ് ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഈ കോണ്ടൂർ ലൈൻസിന് ഏകദേശം പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ഏത് കനാലാ? ഈ നടുക്ക് കൂടി ഒരു സ്ട്രീം ഒഴുകുന്ന കണ്ടോ? ഇതൊരു നാച്ചുറൽ സ്ട്രീം ആകാം, ഒരു റിവർ ഒക്കെ ആവും. ഓക്കെ, ആ റിവറിന് പാരലൽ ആയിട്ട് കോണ്ടൂർ ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണേ. കോണ്ടൂർസിന് പെർപെൻഡിക്കുലർ ആയിട്ടും ഒരു നാച്ചുറൽ സ്ട്രീം ഉണ്ടെങ്കിൽ അതിന് പാരലൽ ആയിട്ടും, ഇത് കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട്, പാരലലും പെർപെൻഡിക്കുലറും മാറരുത്. നാച്ചുറൽ സ്ട്രീമിന്, അതായത് ഒരു റിവറിന് പാരലൽ ആയിട്ടും കോണ്ടൂറുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും ഒഴുകുന്ന കനാൽസ്, നമ്മൾ അലൈൻ ചെയ്യുന്ന കനാൽസിനെയാണ് സൈഡ് സ്ലോപ്പ് കനാൽസ് എന്ന് വിളിക്കുന്നത്. സൈഡ് സ്ലോപ്പ് കനാൽസിന് ബോത്ത് സൈഡ് ഇറിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വൺ സൈഡ് ഇറിഗേഷൻ മാത്രമേ പ്രാക്ടിക്കലി നമ്മൾ എടുക്കാറുള്ളൂ. കാരണം അതിന്റെ അപ്പുറത്തെ സൈഡിൽ റിവർ ഉണ്ട്. റിവറിൽ നിന്ന് നേരിട്ട് വാട്ടർ എടുക്കാൻ പറ്റുന്ന ഭാഗത്തേക്കൊക്കെ റിവറിന് നേരിട്ട് എടുക്കും. അതർ സൈഡ്, കനാലിന്റെ മറ്റേ സൈഡിൽ മാത്രമാണ് നമ്മൾ നേരിട്ട് കനാലിൽ നിന്ന് ഇറിഗേഷൻ ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ വൺ സൈഡ് ഇറിഗേഷൻ ആണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. ഇനി എന്താണ് കോണ്ടൂർ കനാല്? ഇവിടെ നോക്കിയേ, കോണ്ടൂർ ലൈൻസിന് ഏകദേശം പാരലൽ ആയിട്ട് കണ്ടോ, കോണ്ടൂർ ലൈൻസിന് ഏകദേശം പാരലൽ ആയിട്ട് നമ്മൾ പോകുന്ന ഈ കനാലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോണ്ടൂർ കനാൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോണ്ടൂർ ലൈൻസിന് ഏകദേശം പാരലൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കോണ്ടൂർ കനാൽസ്. ഹില്ലി ഏരിയയിൽ ഏത് കനാലാണ് പ്രിഫർ ചെയ്യുന്നത്? അത് കോണ്ടൂർ കനാൽസ് ആണ്. ഹില്ലി ഏരിയാസിൽ നമുക്ക് കാണാൻ പറ്റുന്ന, കാരണം ഈ എലവേഷന് നമ്മൾ പാരലൽ ആയിട്ട് നോക്കുമ്പോൾ അവിടെ കോണ്ടൂർ കനാൽസ് ആണ് ഉള്ളത്. ഇനി റിഡ്ജ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടൂർ ലൈൻസിന് നമുക്ക് എങ്ങനെയാണ്? ജസ്റ്റ് നിങ്ങൾ നോക്കിയേ, പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് പോണത്. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും റിഡ്ജ് കനാലിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് പറയാ? നമ്മുടെ റിഡ്ജ് ലൈൻ, ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ലൈൻ, അതിന് പാരലൽ ആയിട്ട് അലൈൻ ചെയ്യുന്നതാണ് റിഡ്ജ് കനാല്. ഓക്കെ, റിഡ്ജ് ലൈനിന് പാരലൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് റിഡ്ജ് കനാൽ. റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാച്ച്മെന്റ് ഏരിയനെ തിരിക്കുന്ന ലൈൻ, ഹയർ എലവേഷൻ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്നതാണ് റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈനിന് പാരലൽ ആയിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്ന കനാലാണ് റിഡ്ജ് കനാല്. ഏറ്റവും ബെസ്റ്റ്
ബെസ്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് ഏതാന്ന് ചോദിക്കാറുണ്ട്. ബെസ്റ്റ് അലൈൻമെന്റ് ഓഫ് കനാൽ എന്ന് പറയുന്നത് കൂടുതൽ എക്കണോമിക് ആയിട്ടുള്ള ബോത്ത് സൈഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കനാലാണ് റിഡ്ജ് കനാല്. വൺ സൈഡ് മാത്രം ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന, വൺ സൈഡ് മാത്രം ഇറിഗേറ്റ് ചെയ്യുന്ന കനാൽസ് കോണ്ടൂർ കനാല്. ഓക്കെ, അപ്പോ കോണ്ടൂർ കനാലിന് ഒരു സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു സൈഡിൽ ഹൈറ്റ് കൂടുതലാണ്, അങ്ങോട്ട് ബൈ ഗ്രാവിറ്റി വെള്ളം ഒഴുകില്ല, താഴത്തേക്ക് മാത്രമേ അണ്ടർ ഗ്രാവിറ്റി വെള്ളം ഒഴുകി പോവുള്ളൂ. അതുകൊണ്ട് കോണ്ടൂർ കനാലിന് ഒരു സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിഡ്ജ് കനാലിന് റിഡ്ജ് ലൈൻ ഇങ്ങനെ മുകളിലേക്ക് ഉള്ള എലവേഷനിൽ ഇരിക്കുന്ന കാരണം രണ്ട് സൈഡിലേക്കും നമുക്ക് ഇറിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സൈഡ് സ്ലോപ്പ് കനാലിനും രണ്ട് സൈഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, രണ്ട് സൈഡിലും ഇവിടെ ഇങ്ങനെ സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും പോവുണ്ടാവുക. ഇതിന് രണ്ട് സൈഡിലേക്കും ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൾറെഡി വൺ സൈഡിൽ റിവർ ഉള്ളത് കൊണ്ട് അതർ സൈഡ് മാത്രമേ, ഈ സൈഡ് മാത്രമേ ഇറിഗേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവുള്ളൂ പ്രാക്ടിക്കലി. ഓക്കെ, അപ്പൊ മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. In which direction resultant force will shift by providing a top width for runway and freeboard in elementary profile of a gravity dam for full reservoir condition? Okay, ഒരു ഗ്രാവിറ്റി ഡാമിന്റെ എലമെന്ററി പ്രൊഫൈലിലേക്ക് ഫ്രീ ബോർഡും റോഡ് വേയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. എലമെന്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം ഏതാ ഷേപ്പ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇനി ഇതൊരു നോൺ ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ ട്രപ്പിസോയിഡൽ ആയിരിക്കും. എർത്തൻ ഡാംസ് ട്രപ്പിസോയിഡൽ ഷേപ്പ് ആണ്. ഗ്രാവിറ്റി ഡാം അതായത് റിജിഡ് ഡാംസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ് എലമെന്ററി പ്രൊഫൈൽ ഉണ്ടാവുക. അപ്പോ ഈ എലമെന്ററി പ്രൊഫൈൽ അതായത് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഷേപ്പിനോട് നമ്മൾ മുകളിൽ ഫ്രീ ബോർഡും ഒരു റോഡ് വേയും ഇങ്ങനെ അഡീഷണലി പ്രൊവൈഡ് ചെയ്താൽ ഫുൾ റിസർവോയർ കണ്ടീഷനിൽ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് ഹീലിന്റെ അടുത്തേക്ക്, ഈ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഹീൽ ഇതാണ് ഹീൽ എന്ന് അറിയാലോ എല്ലാവർക്കും. ഹീൽ ഇതും ഈ ഭാഗത്തിനെ ടോ എന്നുമാണ് വിളിക്കുക. അപ്പൊ ഹീലിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത് നമ്മൾ കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ ഭാഗത്ത് ഹീലിന്റെ അടുത്ത് കുറച്ച് എക്സ്ട്രാ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്, ആ ഒരു ഷേപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? ടുവേർഡ്സ് ഹീലാണ്. ഓക്കെ, ഹീലിന്റെ അടുത്തോട്ടാണ് നമ്മൾ ഈ ടോപ്പ് വിഡ്ത്തും അതായത് റോഡ് വേയും ഫ്രീ ബോർഡും പ്രൊവൈഡ് ചെയ്ത് എക്സ്ട്രാ മുകളിൽ ഒരു പോർഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹീലിന്റെ അടുത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പൊ നമ്മള് ഒരു ടോട്ടൽ ഏരിയ ഒരു കനാൽ വെച്ച് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ കനാലിന്റെ ഗ്രോസ് കമാൻഡ് ഏരിയ, GCA എന്ന് വിളിക്കാം അല്ലെ. ടോട്ടൽ ഏരിയ ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാല്, അതിനെ വിളിക്കുന്നതാണ് GCA അല്ലെങ്കിൽ ഗ്രോസ് കമാൻഡ് ഏരിയ. ഈ ഗ്രോസ് കമാൻഡ് ഏരിയ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും, അതായത് കുറേ ഏരിയ ഓഫ് ലാൻഡ് ഒരു കനാല് കൊണ്ട് നനയ്ക്കാൻ പറ്റുമെങ്കിലും ഈ ഫുൾ ഏരിയയിൽ നമുക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൻ്റെ ഉള്ളിൽ റെസിഡൻഷ്യൽ ഏരിയാസ് വരാം, ഫോറസ്റ്റ് വരാം, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒഴിച്ചിട്ടുള്ള ഫാം ലാൻഡുകൾ വരാം, മാഷി ലാൻഡുകൾ വരാം. അപ്പൊ ഇതില് നമുക്ക് എത്ര ഭാഗത്താണോ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നത് ആ കൾട്ടിവബിൾ ആയിട്ടുള്ള ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CCA, കൾച്ചറബിൾ കമാൻഡ് ഏരിയ. CCA ഫുൾ ഫോം ചോദിക്കാറുണ്ട്, കൾച്ചറബിൾ കമാൻഡ് ഏരിയ. അപ്പോ ഈ CCAയില് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാൻഡ് ആണ്. പക്ഷെ അതും എപ്പോഴും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലെ. അതായത് റാബി സീസണിലും ഖാരിഫ് സീസണിലും ഒക്കെ ഫുൾ ഏരിയ എടുത്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം എന്നില്ല. സോ ഈ CCAയുടെ എത്ര ഭാഗമാണോ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, CCAയുടെ എത്ര ഭാഗമാണോ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, CCA നമുക്ക് ആകെ കൾട്ടിവബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ള ലാൻഡ് ആണ്. അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണോ ഇറിഗേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് കമാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ് ആനുവലി അല്ല. പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. ഓക്കെ, ഇവിടെ നമുക്കൊരു CCA വന്നു. അപ്പൊ ഈ ഓപ്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനിയോ പെർസെൻറ്റേജ് ഓഫ് മിനിമം ലാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ്.
പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ്. അപ്പോൾ CCA വന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ് ആനുവലി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ് ആനുവൽ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്? ആനുവൽ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, അതായത് നമ്മൾ ഖാരിഫ് സീസണിലെ നമ്മുടെ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ പ്ലസ് റാബി സീസണിലെ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആനുവൽ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ ആനുവൽ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 100% ആകാം, ഈക്വൽ ടു 100% ആകാം, ഗ്രേറ്റർ ദാൻ 100% ആകാം. അതും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ആനുവൽ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത്? 100%-നെക്കാട്ടിയും താഴെ ആവാം, ഈക്വൽ ആകാം, ഗ്രേറ്ററും ആകാം. അത് ഖാരിഫ് സീസണിലും റാബി സീസണിലും നമ്മൾ എത്ര ഇറിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കനാൽ ഡിസൈനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. എ ചാനൽ ഡിസൈൻഡ് ബൈ ലേസീസ് തിയറി ഹാസ് എ വെലോസിറ്റി ഓഫ് 1.5 meter per second. If the silt factor is 1, then the hydraulic mean radius of the channel is. Hydraulic mean radius കണ്ടുപിടിക്കാൻ ലേസീസ് തിയറിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, R is equal to 5/2 into V square by F. F സിൽട്ട് ഫാക്ടർ ആണ്, V വെലോസിറ്റി ആണ്. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5/2 into V square 1.5ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1. ഓക്കെ, അപ്പോൾ 1.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 15ന്റെ സ്ക്വയർ 225, നമുക്ക് 2.25 കിട്ടും. 2.25 into again 2.5 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5 point സംതിങ് ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5.625 meters എന്നാണ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു എക്സാമിന് PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരുന്നു. ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിന്റെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത് അന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ് ആൻസർ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ അറിയാലോ, ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഇതേ ചോദ്യം തന്നെ ചെയ്യാനുള്ള എളുപ്പത്തിലേക്ക് വേണ്ടിയിട്ട് വെലോസിറ്റി 1 meter per second സിൽട്ട് ഫാക്ടർ 1 ഒക്കെ കൊടുത്തിട്ടും ചോദിക്കാറുണ്ട്. സോ വാല്യൂസ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ലേസീസ് തിയറിയിൽ സിൽട്ട് ഫാക്ടർ കണ്ടുപിടിക്കാനും അതുപോലെ ഹൈഡ്രോളിക് റേഡിയസ് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ആ ഫോർമുലകളൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഫോർ നോ ടെൻഷൻ ഡെവലപ്ഡ് ഇൻ എ ഗ്രാവിറ്റി ഡാം where the resultant of all forces on dam should lie. Always എവിടെയാണ് നമ്മുടെ ഡാമിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ലൈ ചെയ്യേണ്ടത്? അതായത് ടെൻഷൻ ഡെവലപ്പ് ആവാതിരിക്കാനായിട്ട് റിസൾട്ടന്റ് ഫോഴ്സ് എവിടെയാണ് നിൽക്കേണ്ടത്? നമുക്കറിയാലോ, ഒരു ഡാമിൽ ടെൻഷൻ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഡാം ഫെയിൽ ആകും. അപ്പൊ ടെൻഷൻ ഡെവലപ്പ് ആവാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? റിസൾട്ടന്റ് ഫോഴ്സ് ഓൾവേസ് വിത്തിൻ ദി മിഡിൽ തേർഡ് ഓഫ് ദ സെക്ഷൻ നിൽക്കണം. ഓക്കെ, വിത്തിൻ ദി മിഡിൽ തേർഡ് ഓഫ് ദ സെക്ഷൻ വേണം നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇത് നമ്മുടെ ഡാം ആണ്. ഡാമിന്റെ റിസൾട്ടന്റ് ഫോഴ്സുകൾ, അതായത് സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സുകളും സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സുകളും നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. റിസൾട്ടന്റ് ഫോഴ്സ് നമുക്കപ്പോ ഇതായിരിക്കാം നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ്. ഈ റിസൾട്ടന്റ് ഫോഴ്സ് ഡാമിന്റെ ബോഡിയുടെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഓവർ ടേണിംഗ് ഫെയിലിയർ സംഭവിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡാമിന്റെ ബോഡിയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എബൌട്ട് ദി ടോ ഡാം ഓവർ ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഓവർ ടേണിംഗ് ഫെയിലിയർ സംഭവിക്കാതിരിക്കാനുള്ള കണ്ടീഷൻ റിസൾട്ടന്റ് ഫോഴ്സ് വിത്തിൻ ദി ബോഡി ഓഫ് ഡാം നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ ടെൻഷൻ ഡെവലപ്പ് ആവാതിരിക്കാൻ എന്ത് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെൻഷൻ ഡെവലപ്പ് ആവാതിരിക്കാൻ നമ്മൾ പറയുന്ന കണ്ടീഷൻ റിസൾട്ടന്റ് ഫോഴ്സ്, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് നമ്മുടെ ഡാമിന്റെ മിഡിൽ പോർഷനിൽ നിന്ന് എത്ര നീങ്ങിയിട്ടാണ് നിൽക്കുന്നത് അതിനെ നമ്മൾ എക്സെൻട്രിസിറ്റി എന്നാണ് വിളിക്കുക. റിസൾട്ടന്റ് ഫോഴ്സ് ഡാമിന്റെ മിഡിൽ പോർഷനിൽ നിന്ന് എത്ര നീങ്ങിയിട്ടാണ് നിൽക്കുന്നത് അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? എക്സെൻട്രിസിറ്റി. ഈ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി ഓൾവേസ്
less than or equal to b by 6 ആയിരിക്കണം. It should be always less than or equal to b by 6 ആയിരിക്കണം. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ base width of the dam ആണ്. base width of the dam നെയാണ് നമ്മൾ b എന്ന് represent ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡാമിന്റെ ബേസ് വിഡ്ത്തിനെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 6 ഭാഗമാക്കി തിരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ 6 ഭാഗമാക്കി, ഈക്വൽ ആയിട്ടുള്ള 6 ഭാഗമാക്കി തിരിച്ചു കഴിഞ്ഞാൽ എക്സെൻട്രിസിറ്റി ഈ b by 6 ന്റെ താഴെ ആയിരിക്കണം. അതായത് ഒന്നുകിൽ ഇപ്പൊ നടുവത്തെ ഭാഗത്തെ റൈറ്റ് സൈഡിലേക്കുള്ള ഈ b by 6 ന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ b by 6 ന്റെ ഉള്ളിലോ, ഈ പോർഷന്റെ ഉള്ളിൽ വേണം ആര് നിൽക്കാനായിട്ട്, നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള b by 6 ഉം ലെഫ്റ്റ് സൈഡിലേക്കുള്ള b by 6 ഉം കൂടെ കൂട്ടുമ്പോൾ 2b by 6 അതായത് b by 3 എന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നടുഭാഗത്തെ മിഡിൽ പോർഷനിലെ b by 3 അതിനെയാണ് നമ്മൾ മിഡിൽ തേർഡ് എന്ന് വിളിക്കുന്നത്. നടുഭാഗത്തെ 1/3 പോർഷൻ. ഓക്കെ, ആ മിഡിൽ തേർഡിന്റെ ഉള്ളിൽ വേണം റിസൾട്ടന്റ് ഫോഴ്സ് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ടെൻഷൻ ഡെവലപ്പ് ആവാതിരിക്കുള്ളൂ, ടെൻഷൻ ഫെയിലിയർ ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, വിത്തിൻ ദി മിഡിൽ തേർഡ് ഓഫ് ദ സെക്ഷൻ റിസൾട്ടന്റ് ഫോഴ്സ് ലൈ ചെയ്താലാണ് നോ ടെൻഷൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, ടെൻഷൻ ഡെവലപ്പ് ആവാതിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് എ റിസർവോയർ ഈസ് 80 lakh meter cube and dead storage is 8000 meter cube. If average volume of sediment deposition is 100 meter cube per year, the usefulness of the reservoir will start reduce after. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ റിസർവോയർ തന്നിട്ടുണ്ട്, ഡെഡ് സ്റ്റോറേജ് എത്രയാണെന്നും തന്നിട്ടുണ്ട്, ആവറേജ് വോളിയം ഓഫ് സെഡിമെന്റ് ഡിപ്പോസിഷൻ പെർ ഇയർ എത്രയാണ് നടക്കുക എന്നും തന്നിട്ടുണ്ട്. എത്ര വർഷം കഴിയുമ്പോഴാണ് യൂസ്ഫുൾനെസ് കുറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ യൂസ്ഫുൾ ലൈഫ് വിൽ സ്റ്റാർട്ട് റെഡ്യൂസ് ആഫ്റ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഡാമിന്റെ യൂസ്ഫുൾ ലൈഫ് കുറയാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഡെഡ് സ്റ്റോറേജ് സെഡിമെന്റ്സിനെ കൊണ്ട് ഫില്ലായി കഴിയുമ്പോഴാണ്. ഡെഡ് സ്റ്റോറേജ് സെഡിമെന്റ്സിനെ വെച്ച് ഫില്ലായി കഴിയുമ്പോഴാണ് ഒരു ഡാമിന്റെ യൂസ്ഫുൾ ലൈഫ് കുറയാൻ തുടങ്ങി, സ്റ്റാർട്ട് റെഡ്യൂസിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു ഡാമിന്റെ അല്ലെങ്കിൽ ഒരു റിസർവോയറിന്റെ യൂസ്ഫുൾ ലൈഫ് അവസാനിച്ചു, എക്സോസ്റ്റ് ആയി, യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു എന്ന് നമ്മൾ പറയണത് ഇതിന്റെ 80%, ഡാമിന്റെ 80% നമ്മൾ ഈ ഒരു സെഡിമെന്റ്സ് വെച്ച് ഫില്ലായി കഴിയുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വിൽ സ്റ്റാർട്ട് റെഡ്യൂസിങ് ആഫ്റ്റർ എന്നാണ്. അതായത് ഡെഡ് സ്റ്റോറേജ് ഫിൽ ആവാൻ എത്ര വർഷം സമയം എടുക്കും എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെഡ് സ്റ്റോറേജിന്റെ വോളിയം, ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 8000 മീറ്റർ ക്യൂബ് ആണ്. ഒരു വർഷം പെർ ഇയർ എത്ര വെച്ചിട്ടാ? 100 മീറ്റർ ക്യൂബ് സെഡിമെന്റ്സ് ഈ ഒരു റിസർവോയറിന്റെ അകത്ത് വന്ന് ഡിപ്പോസിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആദ്യത്തെ വർഷം 100 മീറ്റർ ക്യൂബ്, രണ്ടാമത്തെ വർഷം ആവുമ്പോൾ 200 മീറ്റർ ക്യൂബ്, ദെൻ 300 മീറ്റർ ക്യൂബ്, അങ്ങനെ എത്ര വർഷമാകുമ്പോഴാണ് 8000 മീറ്റർ ക്യൂബ് ആകുന്നത്? അപ്പൊ ആ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8000 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ പോരെ? ഓക്കെ, 8000 ഡിവൈഡഡ് ബൈ 100 80 ഇയേഴ്സ് എന്ന് കിട്ടും. 80 ഇയേഴ്സ് കഴിയുമ്പോഴാണ് ഈ ഡാമിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. വിൽ സ്റ്റാർട്ട് റെഡ്യൂസിങ് ആഫ്റ്റർ 80 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. A wall is acted upon by a pressure due to water on one of its side. അപ്പോൾ നമുക്കൊരു വാൾ ഉണ്ട്, ഈ വാളിന്റെ ഒരു സൈഡിൽ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. If W indicates specific weight of liquid, H corresponds to height of liquid, total pressure on the wall per unit length will be. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് പറയണത് എന്താ? നമുക്ക് ഒരു വാൾ ഉണ്ട്. ഓക്കെ, ഒരു വാൾ ഉണ്ട്, ഈ വാളില് വാട്ടർ പ്രഷർ ആക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യാണ് ഈ വാളില്.
വാട്ടർ പ്രഷറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. ഇനി നമ്മുടെ അടുത്ത് പറയുന്നത് ഹൈറ്റ് ഓഫ് ലിക്വിഡ്, ഇവിടെ വെള്ളം നിൽക്കുന്ന ആ ഹെഡ് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ് പറയണേ. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറിന് W വെച്ചിട്ടാണ് കാണിക്കണേ. ടോട്ടൽ പ്രഷർ കാണണം. അപ്പൊ നമുക്കറിയാലോ ഈ വാട്ടർ പ്രഷർ ഡിസ്ട്രിബ്യൂഷന്റെ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ വാട്ടർ സ്റ്റോർഡ് ആണ്. ഓക്കെ, ഇനി ടോട്ടൽ പ്രഷർ പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വാട്ടർ പ്രഷർ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ, ഏരിയ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് വെച്ച് കണ്ടുപിടിച്ചൂടെ? അതായത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് വിഡ്ത്ത് W ഇൻറ്റു എച്ച് ഇൻറ്റു ഹൈറ്റ് എച്ച്, അതായത് ഹാഫ് ഇൻറ്റു W ഇൻറ്റു എച്ചിന്റെ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ വാട്ടർ പ്രഷർ, ടോട്ടൽ വാട്ടർ പ്രഷർ ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. WH²/2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇതേ കാര്യത്തിൽ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മാക്സിമം പ്രഷർ, അതായത് റിസൾട്ടന്റ് പ്രഷർ, ഓക്കെ, റിസൾട്ടന്റ് പ്രഷർ ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. റിസൾട്ടന്റ് പ്രഷർ ആക്ട് ചെയ്യുന്നത് ഓൾവേസ് H/3 ഫ്രം ദി ബേസ് ആണ്. ശ്രദ്ധിക്കുക, H/3 ഫ്രം ദി ബേസ് ആണ്. അപ്പോൾ ടോപ്പിൽ നിന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 2H/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ആക്ട് അറ്റ് H/3 ഫ്രം ബേസ് അല്ലെങ്കിൽ ബോട്ടം പോർഷനിൽ നിന്ന് H/3 മുകളിലേക്ക് കയറിയിട്ടുള്ള പോയിന്റിലാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച WH²/2 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ലോ ഗ്രാവിറ്റി ഡാം, അതിന്റെ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, അതായത് ഒരു ലോ ഗ്രാവിറ്റി ഡാമിന്റെ ഹൈറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? എഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും W വെയിറ്റും എസ് സീപ്പേജ് കോഎഫിഷ്യന്റും ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഒരു ലോ ഗ്രാവിറ്റി ഡാം? അത് ആദ്യം നമുക്കറിയണ്ടേ. നമ്മളൊരു ഗ്രാവിറ്റി ഡാമിന്റെ തിയറട്ടിക്കൽ പ്രൊഫൈൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ. ഒരു ഗ്രാവിറ്റി ഡാം വരച്ചു. ഈ ഗ്രാവിറ്റി ഡാമിന് മാക്സിമം എത്ര ഹൈറ്റ് വരെ ആകാം? ഓക്കെ, ആ ഹൈറ്റിനെ മാക്സിമം ഹൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഹൈറ്റ്. എന്താ വിളിക്കുക? ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് ദി ഡാം എന്ന് വിളിക്കാം. ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് ദി ഡാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ലോ ഗ്രാവിറ്റി ഡാം എന്താണെന്നാണല്ലോ. അതായത് ഈ ലിമിറ്റിംഗ് ഹൈറ്റിന്റെ ഉള്ളിലാണ്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റിംഗ് ഹൈറ്റ് ആണ് ഒരു പെർട്ടിക്കുലർ ഗ്രാവിറ്റി ഡാമിന്റെ ഹൈറ്റ് എങ്കിൽ നമ്മൾ അതിനെ ലോ ഗ്രാവിറ്റി ഡാം എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഹൈറ്റ് ഓഫ് ഡാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റിംഗ് ഹൈറ്റ് ആണെങ്കിൽ, ഓക്കെ, ലിമിറ്റിംഗ് ഹൈറ്റ് ആണെങ്കിൽ ആ ഡാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഗ്രാവിറ്റി ഡാം. ഈ ഡാമിനെ വിളിക്കുന്ന പേരാണ് ലോ ഗ്രാവിറ്റി ഡാം. അപ്പോൾ ഈ ഹൈറ്റ്, ഡാമിന്റെ ഹൈറ്റ് ലിമിറ്റിംഗ് ഹൈറ്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഹൈ ഗ്രാവിറ്റി ഡാം എന്ന് വിളിക്കും. എങ്ങനെയാണ് ഇതിന്റെ ഹൈറ്റ് കൂട്ടുക? രണ്ട് സൈഡിലേക്കും സ്ലോപ്പ് ചെയ്തിട്ട് നമ്മൾ ബോട്ടം പോർഷനിൽ ഹൈറ്റ് കൂട്ടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലിമിറ്റിംഗ് ഹൈറ്റിനെക്കാട്ടിയും കൂടുതൽ ഹൈറ്റ് ഉള്ള ഡാമിനെ നമ്മൾ ഹൈ ഗ്രാവിറ്റി ഡാം എന്നാണ് വിളിക്കുക. അപ്പോ ലോ ഗ്രാവിറ്റി ഡാമിന്റെ ഹൈറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ ലിമിറ്റിംഗ് ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിമിറ്റിംഗ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു എസ് മൈനസ് സി പ്ലസ് 1. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, എഫ് ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് മൈനസ് സി പ്ലസ് 1. സി എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് പ്രഷറിന്റെ കോഎഫിഷ്യന്റ് ആണ്. അതിനെപ്പറ്റി ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ സി ഈസ് കൺസിഡേർഡ് ആസ് 0. ഓക്കെ,
ജനറലി സിയുടെ വാല്യൂ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുക. പക്ഷെ അപ്ലിഫ്റ്റ് പ്രഷറിന്റെ കാര്യം ഒന്നും പറയുന്നില്ലെങ്കിൽ then എന്തായിട്ട് മാറും? സി 0 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റിംഗ് ഹൈറ്റ് is equal to F divided by gamma W into S minus C 0 ആയിട്ട് പോയി. ഇത് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്തു. then plus 1. ഇതാണ് another form of the equation considering no uplift pressure. Okay? അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടോ എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട്. F divided by gamma W യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറിനെ നമ്മൾ ഇവിടെ W വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ gamma W ന് പകരം W നോക്കിയാൽ മതി. F divided by W into S plus 1 എന്നൊരു ഇക്വേഷൻ ഇല്ലേ നമുക്ക്? S plus 1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അത് ഈ B ഇല്ല കേട്ടോ, അത് അൺനോയിങ്ലി വന്നതാണ്. F divided by W into S plus 1 എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബി ഇല്ല കേട്ടോ, ബി അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ഓപ്ഷൻ എ F divided by W into S plus 1 ഇതാണ് ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് എ ഗ്രാവിറ്റി ഡാം. അപ്പോൾ ഇത് ഈ ലിമിറ്റിംഗ് ഹൈറ്റിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിന് താഴെയോ ആണ് ഹൈറ്റ് വരുന്നതെങ്കിൽ ആ ഡാംസിനെ നമ്മൾ ലോ ഗ്രാവിറ്റി ഡാം എന്ന് വിളിക്കും. അപ്പോൾ ലോ ഗ്രാവിറ്റി ഡാമിന്റെ ഹൈറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു F divided by W into S plus 1. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ചാപ്റ്ററിനെയും ഒന്ന് തൊട്ടും തലോടിയും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.